വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് നൽകിയ ഉപകരാർ ഉപയോഗിച്ച് വിഷൻ ടെക്നോളജീസിന്റെ ജീവനക്കാരിയായിട്ടാണ് സ്വപ്ന സുരേഷ് KSITL ജോലി ചെയ്തു വന്നിരുന്നത്. വ്യാജ നിയമനം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ അനുമതിയോടെയാണെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താതെ ശിവശങ്കറിനെയും കൺസൾട്ടൻസിയെയും രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പൂർത്തിയായിരിക്കുന്നത്. സ്വപ്നയ്ക്ക് ജോലി കൊടുത്തതിന്റെ പേരിൽ നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട M ശിവശങ്കറിനെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. FIRൽ ഉണ്ടായിരുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ, വിഷൻ ടെക്നോളജി എന്നിവരെയും ഒഴിവാക്കി. M ശിവശങ്കറിനെ പൂർണ്ണമായും വെള്ളപൂശിയാണ് കുറ്റപത്രം. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിലെ നിയമനം നേടിയ കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി സച്ചിൻ ദാസ് കോടതിയെ സമീപിച്ചു. സ്പേസ് പാർക്കിലെ നിയമനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് ആരോപിച്ച് കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാപ്പുസാക്ഷിയുടെ നിലപാട് എന്താണെന്നത് വ്യക്തമല്ല. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തനിക്ക് അറിയാമെന്നും താൻ നിരപരാധിയാണ് എന്നും മാപ്പുസാക്ഷിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സച്ചിൻ കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. അടുത്ത മാസം 16-ന് കോടതി വിശദവാദം കേൾക്കും. സ്വപ്ന സുരേഷിന് അനുകൂലമാകുമോ മൊഴി എന്നതിലും വ്യക്തതയില്ല. സ്വപ്നയ്ക്ക് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകി എന്ന രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻ ദാസ് ആണ് ഹർജി സമർപ്പിച്ചത്. അതേസമയം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ M ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടില്ല. 2017-ലാണ് സ്വപ്നയ്ക്ക് ദേവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മുഖേന സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. മാസം 3.18 ലക്ഷം രൂപയാണ് സ്പേസ് പാർക്കിലെ ജോലിക്ക് സ്വപ്നയ്ക്ക് നൽകിയിരുന്ന ശമ്പളം. M ശിവശങ്കറാണ് സ്വപ്നയ്ക്ക് ജോലി നൽകിയതെന്നാണ് ആരോപണം. മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSITLൽ സ്വപ്ന ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത്. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതിന് പിന്നാലെ സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ച് സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്നന്വേഷിക്കാൻ KSITLനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഈ വർഷം ജൂലൈ 20-ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇത്തരമൊരു ഡിഗ്രി തങ്ങൾ നൽകിയിട്ടില്ല എന്ന് കന്റോൺമെന്റ് പോലീസിനെ ഇമെയിലിലൂടെ അറിയിച്ചു. മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റിയിൽ കോമേഴ്സ് കോഴ്സ് നടത്തുന്നില്ല എന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്ട്രാർ നമ്പരും റോൾ നമ്പരും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിലുള്ളതല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ആ വർഷമോ അതിന് അടുത്ത വർഷങ്ങളിലോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിനി ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല എന്നും പോലീസിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ 104686 ഫോർമാറ്റ് യൂണിവേഴ്സിറ്റിയുടേതിന് തുല്യമല്ല എന്നും രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യോഗേഷ് പാട്ടിൽ ഇതേ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇടനിലക്കാരനായ രാജേന്ദ്രൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് 32,000 രൂപ പ്രതിയുടെ അമൃത്സറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതിനെ കുറിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സച്ചിൻ ദാസിന്റെ പഞ്ചാബിലെ വസതി പരിശോധിച്ച് കേസിന് ആവശ്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. സച്ചിന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ്. സച്ചിൻ ദാസ്, ദീക്ഷിത് മെഹ്റ എന്നിവർ ചേർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ശേഷം അത് രാജേന്ദ്രൻ കൈപ്പറ്റുകയും പിന്നീട് അത് സ്വപ്ന അഭിമുഖത്തിന്റെ സമയത്ത് KSITLൽ സമർപ്പിക്കുകയുമായിരുന്നു ചെയ്തത്.